ഒരു നിമിഷം നിങ്ങളൊന്ന് കണ്ണടക്കുക. എന്നിട്ട് നിങ്ങളുടെ മനസ്സിനെ ഒരു ചീനച്ചട്ടി പോലെ കാണാം. അവിടെ നിങ്ങളൊരു അപ്പം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിനുള്ളിൽ ഇങ്ങനെ കുമിളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഈ കുമിളുകളെ നിങ്ങൾ ചിന്തകളായിട്ടൊന്ന് അനുമാനിക്കുക. ചിലത് ചെറിയ ചെറിയ കുമിളുകളുണ്ട്, ചിലത് വലിയ കുമിളുകളുണ്ട്, ചിലത് കുമിളം കൊണ്ട് വരുന്നു അപ്പം തന്നെ പൊട്ടിപ്പോകുന്നു. നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്നറിയോ? ആ കുമിളുകളൊന്നും നമ്മൾ സ്റ്റോപ്പ് ചെയ്യണ്ട. ആ കുമിളുകൾ ഇങ്ങനെ വരുന്നു, പ്രത്യക്ഷപ്പെടുന്നു, പൊട്ടിപ്പോകുന്നു, പല കാര്യങ്ങളും പല സാഹചര്യങ്ങളും ഇങ്ങനെ അത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒബ്സേർവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഉത്തരവാദിത്വം. പൊട്ടിക്കുക ഒന്നും വേണം. എന്നിട്ട് അതിനുള്ളിൽ നിന്ന് ഈ അപ്പം ഇങ്ങനെ കുക്ക് ചെയ്ത് വരുന്നതായിട്ട് നിങ്ങളൊന്നിങ്ങനെ ഇമാജിൻ ചെയ്യുക. എന്നിട്ട് പതിയെ നിങ്ങളെ കണ്ണ് തുറക്കുക. ഇപ്പം നിങ്ങൾക്ക് ഒരു അപ്പം ചുടുന്ന ചിന്തകൾ കൂടി ചേർത്തിട്ട് അപ്പം ചുടുന്ന ഒരു ബബ്ലിങ് ഉണ്ടാക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായല്ലോ. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ? ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ നമ്മളെ ചിന്തകളെ നിരീക്ഷിക്കാനുള്ള ഒരു കൺസെപ്റ്റ് നമ്മളിവിടെ പഠിക്കാൻ പോവുകയാണ്. ഇത് വെറും സ്റ്റോറികളാണ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളല്ല. ഇനി യാഥാർത്ഥ്യങ്ങളാണെങ്കിൽ പോലും ഈ സ്റ്റോറികൾ നമ്മൾ അസ്വസ്ഥാക്കേണ്ടതില്ല.